വളരെ പ്രധാനപ്പെട്ട രാജ്യാന്തര വാർത്തയിലേക്ക് പോകാം. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ ഖബറടക്കം ഇന്ന് മഷാദിൽ നടക്കും. ഫെബ്രുവരി 28 US-ഇസ്രായേൽ ആക്രമണത്തിലാണ് 86-കാരനായ ഖമനേയി കൊല്ലപ്പെട്ടത്. അതേസമയം പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തുന്ന സാഹചര്യം. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളതാണ്. ജമാൽ ചേരുന്നു വിവരങ്ങളുമായി. ജമാൽ, ഗുഡ് മോർണിംഗ്. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു ആശങ്കയിലേക്ക് പോകുന്നു. ഇറാനെ ആക്രമിക്കുന്നു. സ്വാഭാവികമായും ഇറാൻ്റെ പ്രത്യാക്രമണം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ, അവിടുത്തെ US ബേസിന് നേരെ ഉണ്ടാകുന്ന സാഹചര്യം വരുന്നു. അതുപോലെ ഇറാൻ മുൻ പരമാധികാരിയുടെ അയത്തുള്ള അലി ഖമനേയിയുടെ ഭൗതിക ശരീരം ഖബറടക്കം ഇന്നാണ്. ദിവസങ്ങളായി, ആഴ്ചകളായി വലിയ വിലാപയാത്രയെ അത് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ സാഹചര്യം നിൽക്കുകയാണ്. ഇറാൻ്റെ പൊതു സാഹചര്യം, അതുപോലെ പശ്ചിമേഷ്യയുടെ അവസ്ഥ, ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്ക. ശരത്ത്, ഒരാഴ്ചയായി നീണ്ട വിലാപയാത്രയുടെ അവസാനമായി ഇന്നാണ് ഈ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിലാണ് ഈ സംസ്കാരം നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സംസ്കാര ചടങ്ങിലൊക്കെ തന്നെയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നജഫിലും അതുപോലെ കർബലയിലും ഈ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മകളുടെയും കൊച്ചുമകളുടെയും ഒക്കെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വിലാപയാത്രയിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത്. വളരെ വികാരഭരിതമായ ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. അതിനിടയിൽ ഇറാനിലേക്കുള്ള അമേരിക്കയുടെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ നിരവധിയായ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഇന്നലെ ട്രംപ് തന്നെ പറഞ്ഞിരുന്നു, ഇനി പാഴാക്കാൻ സമയമില്ല, വെടിനിർത്തൽ കരാറുകൾ അവസാനിച്ചു, ഇനി പാഴാക്കാൻ ഒട്ടും സമയമില്ല, ഇറാനെ ശക്തമായി ആക്രമിക്കും എന്ന് ട്രംപ് ഇന്നലെ തന്നെ ഭീഷണി മുഴക്കിയിരുന്നു. അതിന് തൊട്ടു പിറകെ നിരവധി കേന്ദ്രങ്ങളിൽ ഇറാന്റെ നിരവധിയായ സ്ഥലങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി. അതേസമയം ഇന്നലെ ഈ കുവൈത്തിലും അതുപോലെ ബഹ്റൈനിലും ഒക്കെ തന്നെയും ഇറാന്റെ ചില പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഗൾഫ് മേഖലയെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കേണ്ടതാണ്. 4 മാസം പിന്നിട്ടിരിക്കുന്നു ഈ യുദ്ധം തുടങ്ങിയിട്ട്. യുദ്ധത്തിന്റെ തുടക്കത്തിലാണ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുന്നതും. അതായത് ഈ 4 മാസം പിന്നിടുമ്പോഴും യുദ്ധത്തിന് അല്ലെങ്കിൽ യുദ്ധഭീതിക്ക് ഇപ്പോഴും ശമനമില്ല എന്നതാണ് ഗൾഫ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയെ ആകെ അരക്ഷിതമാക്കുന്നത്. ഇത് ഈ മേഖലയിലെ വിപണിയെ, ജനജീവിതത്തെ തന്നെയും സാരമായി ബാധിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധഭീതി ഉരുണ്ടുകൂടുന്നത് പശ്ചിമേഷ്യയെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇന്നലെ ഹോർമുസ് കടലിലേക്ക് 3 കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഖത്തറിന്റെയും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെയും കപ്പലുകൾക്ക് നേരെയാണ് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ആക്രമണം നടത്തിയത്. ഇതിപ്പോൾ ഇറാനിൽ മഷാദിൽ അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരം നടക്കും. അതേസമയം ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള യുദ്ധഭീതി വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ശരി, വളരെ ഗൗരവത്തിലുള്ള വിഷയത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ജമാൽ നമ്മളുമായി പങ്കുവച്ചത്, ദുബൈയിൽ നിന്നും പങ്കുവച്ചത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഒരു ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെ ഒരു വ്യത്യസ്തമായ പാത തുറക്കാനുള്ള അമേരിക്കയുടെ ശ്രമം, അതിനോടാണ് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ആ ശ്രമത്തെ തടഞ്ഞുകൊണ്ട് കപ്പലുകൾ ആക്രമിച്ച നിലയുണ്ടായി. അതിനെ തുടർന്ന് ഇപ്പോൾ ഇറാൻ്റെ 80ഓളം കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തുന്ന അമേരിക്കയുടെ നടപടി വന്നു. പശ്ചിമേഷ്യ വീണ്ടും വലിയ യുദ്ധസമാനമായ സാഹചര്യത്തിൽ സംഘർഷഭരിതമായി നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കിയത്.